ഹലോ ഗായ്സ്, ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് എല്ലാവർക്കും ഇപ്പോൾ കണ്ടാൽ മനസ്സിലായിട്ടുണ്ടാവും ഡ്രീം കേക്കാണ്. ഇപ്പോൾ എല്ലായിടത്തും ട്രെൻഡിങ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് ഡ്രീം കേക്ക് എന്ന് പറയുന്നത്. ഇത് നമുക്ക് വീട്ടിൽ ഹോം മെയ്ഡായിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പാത്രമൊന്നുമില്ലാതെ ഞാനിപ്പോൾ ചോറിൻ്റെ പാത്രത്തിലാണ് ഇതിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഇതിനാവശ്യമായ സാധനങ്ങൾ എന്ന് പറയുന്നത് കോൺഫ്ലവർ ഉണ്ട്, അതുപോലെ തന്നെ കൊക്കോ പൗഡർ യൂസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ. ഞാനിപ്പോൾ ഇതിൽ ബേക്കിംഗ് പൗഡർ ഇട്ടിരിക്കുന്നത്. പിന്നെ വാനില എസൻസ് വരുന്നുണ്ട്, അത് കുറച്ച് മതി. അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചോക്ലേറ്റ് ആണ്. ഞാനിപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ്, വൈറ്റ് ചോക്ലേറ്റ് അങ്ങനെ എടുക്കുന്നില്ല. ഡയറി മിൽക്കിൻ്റെ ഒരു വലിയ പാക്ക്, ഒരു 180യുടെ പാക്കാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് മതിയാവുമെന്ന് നോക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് നന്നായിട്ട് അത് ബീറ്റ് ചെയ്തെടുക്കണം. നമുക്കതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ പൊടിച്ച പഞ്ചസാര, ഇതിപ്പോൾ ഞാനൊരു 1/2 കപ്പ് പഞ്ചസാരയാണ് ഇതിൽ ഇട്ടിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടി വരും. ഇത് നന്നായി മിക്സായി വരുന്നതിന് ശേഷം നമ്മളിതിൽ യൂസ് ചെയ്യണ അടുത്ത എന്ന് പറയുന്നത് കുറച്ച് വാനില എസൻസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക, അതുപോലെ ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് വെണ്ണയാണ്. വെണ്ണ ഞാനൊരു 1 സ്പൂൺ വെണ്ണയാണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. വെണ്ണ നന്നായിട്ട് ഇതിൽ അലിയിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്കവരും കേക്ക് ഉണ്ടാക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ഒഴിക്കുക. ഞാനിപ്പോൾ അതിന് പകരം വെണ്ണയാണ് എടുത്തിരിക്കുന്നത്. വെണ്ണ കുറച്ചും കൂടി നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നി. അപ്പോൾ നല്ല ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മളതൊന്ന് ബീറ്റ് ചെയ്ത് നല്ലതായിട്ട് എടുക്കുക. അതിന് ശേഷം നമ്മളൊരു 1/2 കപ്പ് പാലും കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മുമ്പ് ചെയ്ത പോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള പൊടികളെല്ലാം ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കണം. ആദ്യം തന്നെ ഞാനൊരു 1/2 കപ്പ് മൈദയാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. 1/2 കപ്പ് മൈദ ആഡ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ഒരു 1.5 സ്പൂൺ കൊക്കോ പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക്. പിന്നെ ഒരു 1/4 സ്പൂണ് ബേക്കിംഗ് പൗഡർ കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് അരിച്ചെടുക്കണം. അരിച്ചെടുത്തിട്ട് അതിൻ്റെ എല്ലാം കൂടി മിക്സായിട്ട് വരുന്ന പോലെ അരിച്ചിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൂട്ടി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കാം. ഇതിലെ തരികളുണ്ടെങ്കിൽ അതെല്ലാം നന്നായിട്ട് അരിച്ചെടുക്കണം. അരിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ എല്ലാം ഇപ്പോൾ എല്ലാമായ ഇതിലോട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടുക. ഇതിപ്പോൾ നന്നായിട്ട് നല്ലതായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് അതൊന്നും കൂടി ലൂസാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു 3 സ്പൂൺ നല്ല തിളച്ച ചൂടുവെള്ളം കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മളുടെ ബാറ്റർ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി ലെവലിലാണ് വരിക, ഒരുപാട് കട്ടയല്ല. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ വീട്ടിലായതുകൊണ്ട് തന്നെ നമുക്ക് ഓവനോ സംഭവങ്ങളൊന്നുമില്ല. നമ്മളൊരു പാത്രത്തിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ നമ്മളിപ്പോൾ സ്കൂളിൽ പിള്ളേർ ചോറ് കൊണ്ടുപോകുന്ന ഒരു പാത്രമാണ്. അതിൽ ആണ് ഞാനിപ്പോൾ ബട്ടർ പേപ്പറും യൂസ് ചെയ്യുന്നില്ല. ഞാനതിന് പകരം വെണ്ണയാണ് തൂവി കൊടുക്കുന്നത്. വെണ്ണ തൂവി ഇതേപോലെ നമ്മൾ വെണ്ണ ചുറ്റും തൂവിയെടുക്കുക. അതിന് ശേഷം നമ്മളൊരു പാത്രത്തിൽ വെച്ചിട്ട് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കുക. നമുക്കങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ബാറ്റർ ഒന്ന് ഇതിലോട്ട് ഒഴിച്ചിട്ട് സാവധാനത്തിൽ ഒഴിക്കുക. ബബിൾസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തട്ടിക്കൊടുത്തിട്ട് നമ്മളത് നന്നായിട്ട് ബബിൾസ് എല്ലാം ഒന്ന് തട്ടി നന്നായിട്ട് കളയുക. അതിന് ശേഷം നമുക്ക് ബേക്കിംഗ് ട്രേയിൽ വെച്ചിട്ട് അതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. നന്നായിട്ട് തട്ടി കൊടുക്കുക. ഇതിപ്പോൾ ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇതൊന്നും നമുക്ക് അടച്ചു വെക്കാം. ഇതൊരു 20-25 മിനിറ്റ്സ് മതി. അതിനുള്ളിൽ തന്നെ നമുക്കിത് ബേക്കായി കിട്ടും. നമുക്ക് എന്നിട്ട്
ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് വെന്തോ എന്ന് നോക്കാം. അതിനൊരു സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുക. കുത്തി നോക്കുമ്പോൾ അതിൽ പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ പിടിച്ചിട്ടില്ല, ഇതിപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്, പൊന്തിയും വന്നിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലോട്ട് 1 സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. 1 സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് അതിൽ ഒരു 4 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീമും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കുക. കാരണം കോൺഫ്ലവർ പെട്ടെന്ന് കട്ടയാവുന്ന സാധനമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട്, ഇതിപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം തണുത്തിരിക്കുന്നതുകൊണ്ട് അത് നമുക്ക് പെട്ടെന്ന് അലിഞ്ഞ് കിട്ടും. പിന്നെ ഇതിൽ നമ്മൾ ചേർക്കുന്നത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചോക്ലേറ്റ് ആണ്. ഞാനിപ്പോൾ ഇവിടെ സിൽക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു 2 കട്ട ഇതും കൂടി നമുക്കിത് ആഡ് ചെയ്തിട്ട് നമ്മളൊന്ന് നന്നായിട്ട് തിളപ്പിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് ചോക്ലേറ്റൊക്കെ മെൽറ്റായി ഇതേപോലെ തിളച്ച് വരണം. ഇതിപ്പോൾ ആയി വരുന്നേ ഉള്ളൂ. ഇത് നന്നായിട്ട് നമ്മൾ കുറുക്കിയെടുക്കണം. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് തിക്നെസ്സിൽ വരണം. അപ്പോൾ നമുക്ക് നന്നായിട്ട് കുറുക്കിയെടുക്കാം. ഇപ്പോൾ നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് വാനില എസൻസ് കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണം. വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ചെയ്യണമെന്ന് പറയുന്നത് ഒരു ഒരു പീസ് ചോക്ലേറ്റ് എടുത്തിട്ട് അതൊന്ന് ഡബിൾ ബോയിൽ ചെയ്യുക. ഇത് ഓൾറെഡി ഇപ്പോൾ കുറച്ച് പുറത്തിരുന്നിട്ട് മെൽറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായി മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ മെൽറ്റാക്കി എടുക്കുക. അതിനുശേഷം ഒരു ബൗളിലോട്ട് നമ്മളൊരു 4 സ്പൂൺ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മെൽറ്റാക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ഉണ്ടല്ലോ, അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് പക്ഷേ നമ്മൾ കേക്കിന് വിപ്പിംഗ് ക്രീം മിക്സ് ചെയ്ത് നന്നായിട്ട് ഇങ്ങനെ പൊന്തുന്ന പോലെയൊന്നും വേണമെന്നില്ല. കാരണം അത് നമ്മൾ ഹോം മെയ്ഡ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. കൂടാതെ തന്നെ ഇത് നല്ലൊരു മോയ്സ്ചർ ടൈപ്പാണ്. അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റായിട്ട് ഇരുന്നാൽ മതി, അല്ലാതെ തിക്കാവേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ അത്യാവശ്യം നമ്മളുടെ 5 ലെയർ കേക്കിൻ്റെ മുകളിൽ ഒഴിക്കാനുള്ളൊരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി ഓക്കെ. അതിനുശേഷം നമ്മളിനി ചെയ്യാൻ പോകുന്നത് ഒരു ഷുഗർ സിറപ്പാണ് ഉണ്ടാക്കുന്നത്. അതിനായി നമുക്കൊരു പാത്രം വെച്ചിട്ട് ഒരു 3/4 കപ്പ് വെള്ളം ഒഴിക്കുക. ഇതിപ്പോൾ തിളച്ച് വരുന്നിട്ടുണ്ട്. ഇതിലോട്ട് ഞാനൊരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി തിളപ്പിക്കുക. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് റെഡിയാവും. ഒരു നുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മളുടെ കേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് പൊന്തിയിരിക്കുന്നുണ്ട്. അതൊന്ന് കട്ട് ചെയ്ത് നല്ല ലെവലാക്കി എടുത്തിട്ട് നമ്മൾ ആ സെയിം പാത്രത്തിൽ തന്നെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ബേക്ക് ചെയ്യാൻ ഉപയോഗിച്ച പാത്രത്തിൽ അതിലോട്ട് ഞാനിപ്പോൾ മുറിച്ച് കറക്റ്റ് ലെവലാക്കിയിട്ട് അതിൽ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് ഷുഗർ സിറപ്പ്, നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അത് ഈവനായിട്ട് എല്ലായിടത്തും ഒഴിച്ചു കൊടുക്കുക. അത് ഒരുമിച്ച് അങ്ങോട്ട് ഒഴിക്കരുത്, കുറച്ചേശ്ശെ ഒഴിക്കുക. അതൊന്ന് ഡ്രൈ ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷം വീണ്ടും കുറച്ച് ഒഴിച്ച് നല്ലൊരു സോഫ്റ്റ് പരുവത്തിൽ ആക്കിയെടുക്കാം. ഇപ്പോൾ കണ്ടോ നന്നായിട്ട് അമങ്ങുന്നുണ്ട്. അതുപോലെ സോഫ്റ്റ് പരുവായി നമ്മൾ ആക്കിയെടുത്തതിന് ശേഷം നമുക്ക് അടുത്ത ലെയർ എന്ന് പറയുന്നത് നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റും വിപ്പിംഗ് ക്രീമും കൂടി അടിച്ചത് നമ്മളിതിൻ്റെ മുകളിൽ ബേസായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അത് ഈവനായിട്ട് എല്ലായിടത്തും ഒന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയാണ്. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നമുക്കതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കട്ടയായിട്ട് കിട്ടും. അതിനുശേഷം ഇതിപ്പോൾ എൻ്റെ കുറച്ച് ലൂസാണ്, ഞാൻ അതുകൊണ്ട് തന്നെ ഒരു 5 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആണ് നമ്മൾ രണ്ടാമത് എടുത്തിട്ടാണ് അടുത്ത ലെയർ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് ഈവനായിട്ടൊന്ന് എല്ലായിടത്തും ആഡ് ചെയ്ത് വെക്കുക. ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിന് ശേഷം ഞാൻ ചെയ്യണമെന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റിൻ്റെ മിക്സ്, കോൺഫ്ലവറും ചോക്ലേറ്റും അതുപോലെ വിപ്പിംഗ് ക്രീമും കൂടിയിട്ടുള്ള മിക്സ്, അതിപ്പോൾ ഓൾമോസ്റ്റ് ചൂടാറിയിട്ടുണ്ട്. അതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതും ഇതുപോലെ തന്നെ നമുക്ക് ആഡ് ചെയ്തിട്ട് ഈവനായിട്ട് നന്നായിട്ട് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
ഇപ്പം ഇതുപോലെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നല്ല ടേസ്റ്റാണ് ഇതിന്. ഇപ്പം ഓൾമോസ്റ്റ് നമ്മളുടെ ഇത് സെറ്റായിട്ടുണ്ട്. ലാസ്റ്റ് ലെയർ ഞാനിതിൽ ചെയ്യുന്നില്ല, കാരണം അതിനുള്ള ചോക്ലേറ്റ് ഉണ്ടായില്ല. അപ്പോൾ ഇതിന് ശേഷം നമ്മളിങ്ങനെ ചെയ്യുന്നത് കൊക്കോ പൗഡർ നമുക്ക് ഈവനായിട്ടൊന്ന് കേക്കിൻ്റെ മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ഡ്രീം കേക്ക് റെഡിയായി. ഇതിൽ നമ്മൾ ഒരു ലെയർ ഞാൻ ചെയ്തിട്ടില്ല, കാരണം എന്ന് വെച്ചാൽ ഞാൻ ഡയറി മിൽക്കാണ് യൂസ് ചെയ്തത്. അപ്പോൾ 180 റുപ്പീസിൻ്റെ ഡയറി മിൽക്ക് ആണെന്നുണ്ടെങ്കിലും അത് മതിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത്രയും കേക്ക് ഉണ്ടാക്കാനായിട്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ അത്യാവശ്യം നമ്മൾ ചോക്ലേറ്റ് വേണം ഇതിന്. അപ്പോൾ ജസ്റ്റ് ലാസ്റ്റ് ലെയർ എന്ന് പറയണത് ജസ്റ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഒഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഞാനൊന്ന് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഈവനായിട്ട് എല്ലായിടത്തും കൊക്കോ പൗഡർ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിൽ പാത്രം ഇല്ലയെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ജസ്റ്റ് നമ്മുടെ ഇതിപ്പോൾ ഞാൻ മോള് സ്കൂളിൽ കൊണ്ടുപോകുന്ന ഒരു ചോറ് പാത്രമാണ്, അതിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയായാലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്. അതുകൂടാതെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ ഗൈസ്.